ജീവിതത്തിന്റെ സമസ്താരോഗ്യവും വരും. അതിൽ ഒരു പ്രധാന വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ അതുമുതൽ വീട് കെട്ടുന്ന രീതി, ഡ്രസ് ഇടുന്ന രീതി, ചിന്തിക്കുന്ന രീതി, വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി, ബന്ധങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി, നമ്മുടെ തിരശ്ചീനമായ ബന്ധങ്ങൾ, വെർട്ടിക്കലായിട്ടുള്ള ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരും. അപ്പോൾ പ്രകൃതി ജീവനം എന്നുള്ളത് വളരെ പരന്നൊരു വിഷയമാണ്, വളരെ പരന്നതാണ്. ഞങ്ങളതിനെ സുസ്ഥിര ജീവനം എന്നാണ് വിളിക്കുക. പ്രകൃതി ജീവനം എന്ന് വെച്ചാൽ കേരളത്തിലെ പ്രകൃതി ജീവനം എന്നുള്ള പേര് കൊണ്ട് തന്നെ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അത് പലതൊരു സ്പെക്ട്രം ഉണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇതില് നമുക്ക് ഏത് ഏരിയ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഈ നമുക്ക് ആരോഗ്യത്തോടെ ഇരുന്നാൽ മതി എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളൂ. ആരോഗ്യത്തോടെ ഇരുന്നാൽ മതി എന്ന് പറയുന്നത് ബാക്കിയൊക്കെ എന്താണെങ്കിലും കുഴപ്പമില്ല. എന്റെ ഗുരു മണിയേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ മറ്റേ യോഗ ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. ശരിയാണ്. അപ്പോ ഒരു സദസ്സില് പിന്നെ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ രാവിലെ എഴുന്നിട്ട് ശീർഷാസനം ചെയ്യാം, വൈകുന്നേരം ഇന്നത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ മണിയേട്ടൻ ചോദിച്ചൊരു ചോദ്യം, എനിക്ക് ഉറക്കം വരുന്നില്ല കിടന്നിട്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യം, ഉറക്കം വരുന്നില്ല കിടന്നിട്ട്. അപ്പൊ നല്ലപോലെ ഉറങ്ങാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ എല്ലാവരും കുറെ ആസനങ്ങളുടെ പേരൊക്കെ പറഞ്ഞു, ഇന്നെ ആസനങ്ങൾ ചെയ്താണ്. അപ്പൊ മണിയേട്ടൻ അതിനോട് അടുത്ത വാചകം പറഞ്ഞ ഇതാണ്, ഇതൊക്കെ ഈ ആസനങ്ങളൊക്കെ ചെയ്താലും ഉറക്കം വരുന്നില്ല, കാരണം 3 പെൺമക്കളെ കെട്ടിച്ചു വിടാറുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യാം? ഉറക്കം വരുന്നില്ല. ഈ ചോദ്യം ഈ പ്രകൃതി ജീവനത്തിന്റെയോ യോഗയുടെയോ മേഖലയിൽ അത് മാത്രമാണ് ലോകം എന്ന് കരുതി ജീവിക്കുന്നവരുടെ മണ്ടക്കെട്ടുള്ള പ്രഹരമാണ് മണിയേട്ടൻ്റെ ആ ചോദ്യം. കാരണം ജീവിതത്തെ സമഗ്രമായി സമസ്തമായി കാണാൻ കഴിയാത്തവർക്ക് കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. നമ്മുടെ വിചാരം നമ്മൾ ഈ കണ്ണടച്ചിട്ടാക്കുന്ന പരിപാടിയാണ്. ഭക്ഷണം കഴിച്ച് അല്ലെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തിയാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഇന്നിപ്പോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു വിഷയത്തില് മനസ്സെന്ന് പറയുന്നത് എന്താണ്? മനസ്സാണ് നമ്മുടെ ഈ ശരീരപ്രവർത്തനങ്ങളെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ അനുഭവങ്ങളെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് മനസ്സാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ആ മനസ്സ് എന്താണെന്ന് അറിയുന്ന ഒരു അവസ്ഥ നമ്മളിപ്പോ പലപ്പോഴും ഞാൻ ഇവിടെ കാണാനുള്ള ഒരു ഇത്തരം വേദികളിൽ കാണാനുള്ള ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് നമുക്ക് പെരിഫറൽ ആയിട്ടുള്ള ഉത്തരങ്ങൾ മതി, ഉപരിപ്ലവമായിട്ടുള്ള ഉത്തരങ്ങൾ മതി. എനിക്ക് പനി വന്നു, എന്ത് ചെയ്യണം? 2 കൂളത്തിന്റെ ഇല അരച്ച് കുടിച്ചാൽ ഓക്കെ എന്ന് പറയുന്നതാണെങ്കിൽ അത്തരം ഒരു ഉത്തരം മതി. എന്തുകൊണ്ട് ഇത് വരുന്നു, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്, എന്തിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് അറിഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ ചുരുങ്ങിയ ഒരു ഉത്തരം കൊണ്ട് തൃപ്തിപ്പെടുക. പക്ഷെ നമുക്കത് ആവശ്യമില്ല എന്നുള്ളതാണ്. കൺസ്യൂമറിസത്തിന്റെ ഒരു ലോകമാണല്ലോ. നമുക്കത് അങ്ങനെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. അപ്പോ ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലേ ചോദിച്ചത്, നിങ്ങൾക്ക് അറിയാനുള്ളതാണെങ്കിൽ, നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളതാണെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് പോകാം. അറിയാൻ വലിയ താല്പര്യമൊന്നുമില്ല, എന്താണെന്ന് കേട്ടു പോയാൽ മതി, എങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പോയാൽ മതി. മനസ്സ് ശാന്തമായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ശാന്തമായി വരും. ഇത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. പക്ഷെ മനസ്സെന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശാന്തമായി സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ മനസ്സെന്ന് പറയുന്നത് എന്താണ് എന്നൊരു ചോദ്യം ആദ്യം ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഓരോരുത്തരും പറയാൻ മറുപടി? അപ്പോ നമ്മളിപ്പോ മനസ്സെന്ന് പറയുന്നത് ബ്രെയിനുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചത്. അപ്പോ ഈ ഒരു മരത്തിന് ബ്രെയിനില്ലല്ലോ, മരത്തിന് ബ്രെയിനില്ല, അപ്പൊ അതിന് മനസ്സില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ബ്രെയിനില്ലാത്ത എത്രയോ ജീവജാലങ്ങളില്ല ഇവിടെ, അവയ്ക്ക് മനസ്സില്ലേ? സസ്യങ്ങൾക്കൊന്നും തലച്ചോറില്ല, പക്ഷെ മനസ്സില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞ ഉത്തരത്തോട് കൂടുതൽ അടുക്കുകയാണ്. കോർഡിനേഷൻ ഓഫ് ദ ബോഡി, ബോഡിയുടെ എലമെന്റുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ആണ് മനസ്സെന്ന് പറഞ്ഞത്. അത് കുറച്ചുകൂടെ അടുത്ത ഉത്തരം. പക്ഷെ മനസ്സെന്താന്ന് നമ്മൾ കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വേറൊരു ആംഗിളിൽ ഇതിനകത്ത് സമീപിക്കേണ്ടതുണ്ട്. അപ്പോ നമ്മളിവിടെ ഈ നമുക്ക് വിഷയങ്ങളുടെ എല്ലാം അടിസ്ഥാനമാകുന്ന ഒരു ജീവൻ എന്ത് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത്. എന്താണ് ജീവൻ എന്ന് പറയുന്നത്? എന്താണ് ജീവൻ? ഒരു ചോദ്യോത്തരയിലൂടെ പോവാണെങ്കിൽ പ്രത്യേകിച്ചും പ്രകൃതി ജീവനത്തിന്റെ ഒരു വഴിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പദമാണ് ജീവൻ എന്ന് പറയുന്നത്. വെറുതെ ജീവിച്ചു പോയാൽ മതി എന്നുള്ള പ്രകൃതിന്റെ ആവശ്യമില്ല. ഒരു പട്ടിക്ക് ജീവന്റെ നിർവചനം അറിയേണ്ട കാര്യമില്ല. പക്ഷെ അത് ഭംഗിയായി ജീവിക്കും, കാരണം അത് സഹജാവബോധത്താൽ ജീവിക്കുന്നതാണ്. മനുഷ്യൻ അങ്ങനെയല്ല, അവന്റെ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോ ചിലപ്പോൾ അറിയേണ്ടി വരും എന്താണ് ജീവൻ എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രകൃതി ജീവനം പോലെ ആരോഗ്യ കാര്യങ്ങളെ തീരുമാനിക്കുന്ന, സ്വാധീനിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയണം എന്താണ് ജീവനെന്ന്. എന്തായിരിക്കും ജീവൻ എന്നുള്ളതിന് നിർവചനം പറയുകയാണെങ്കിൽ ആത്മാവെന്ന് പറയാം. പിന്നെ
പ്രാണവായു, ഓക്സിജൻ എല്ലാം കണക്റ്റിംഗ് എലമെന്റുകളാണ്. ടീച്ചർ എന്ന് പറയുന്നത് ജീവനുണ്ട് ഇല്ല അങ്ങനെ ഒരു രണ്ട് ഇതുണ്ട്. അല്ല, ഒരു വസ്തുവിന് ജീവനുള്ള അവസ്ഥയുണ്ട്, ജീവനില്ലാത്ത അവസ്ഥ. അദ്ദേഹം മുമ്പേ പറഞ്ഞു സത്തുപോയി എന്ന് പറയുന്ന ഒരവസ്ഥ. അതെ അതെ, ഉള്ള അവസ്ഥയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. അത് എപ്പോ വേണമെങ്കിൽ നഷ്ടപ്പെടാം. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞത് ആ സത്ത് എന്ന് പറയുന്നത്, ആ ആത്മാവ് എന്ന് പറയുന്നത് അതിനെ അറിഞ്ഞാൽ എല്ലാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ സത്ത് അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്, ഏട്ടനും ആദ്യം പറഞ്ഞ ആത്മാവ് എന്ന് പറയുന്ന സംഭവം, ആത്മാവാണോ ജീവൻ എന്നൊരു കാര്യമുണ്ട്. മാഷെങ്ങനെയാ പറയാല്ലേ ജീവനെ? എന്ന് പറയുമ്പോ നമ്മള് ആദ്യം നമ്മുടെ കോശത്തുനിന്ന് അച്ഛൻ്റെയും അമ്മയുടെയും സംയോജനം മൂലം ഉണ്ടാവുന്ന അതുണ്ടല്ലോ സൈക്കോസ്, അവിടെ നിന്ന് തുടങ്ങാണ് നമ്മുടെ എനർജി. അത് നമുക്ക് ഇത്ര വർഷം നമ്മുടെ അതിന്റെ ആരോഗ്യം അനുസരിച്ച് നമ്മൾ ഇത്ര വർഷം ഒരു ഇത് കണക്കുണ്ട്, ഏകദേശം ഒരു കണക്ക്. നല്ല സൈക്കോട്ടാണെങ്കിൽ നല്ല ആരോഗ്യം, നല്ല ജീവനും ഉണ്ടാവും. നല്ല ജീവനുണ്ടെങ്കിൽ നല്ല മനസ്സുണ്ടാവും. പിന്നെ ചുറ്റുപാടുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ നല്ല രീതിയിൽ നടത്തിയാൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് എന്തായാലും നമുക്ക് ആ ഫസ്റ്റ് കിട്ടുന്ന ആ എനർജിയാണ് നമ്മുടെ ജീവൻ എന്ന് മനസ്സിലാക്കുന്നു. ആദ്യമായിട്ട് കിട്ടുന്ന എനർജിയാണ് ജീവൻ എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത്. ഞാനതിന് കുറച്ചുകൂടെ ഒരു നമുക്ക് ഓർക്കാൻ പാകത്തിലുള്ള ഒരു കാര്യമായിട്ട് പറയാം. അതായത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പ്രത്യേകിച്ച് അധ്യാപകർ ഒരു നിർവചനം എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റണം. ഇന്നതാണ് താത്വികമായിട്ട് അത് ഇന്നതാണെന്ന് പറയാൻ പറ്റണം. ഒരു ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ സംസാരിച്ചാണ്, ഞാൻ ഒരിക്കൽ കൂടെ അത് തന്നെ പറയാനുള്ളത്. സൈക്കിള് കണ്ടിട്ടുണ്ട് നമ്മൾ. സൈക്കിളിന്റെ മുകളിൽ കയറി നമുക്ക് ചവിട്ടിയാൽ അത് വീഴാതെ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകും. അപ്പോ സൈക്കിൾ എന്ന് പറയുന്നത് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, വാഹനമാണ്. അപ്പൊ സൈക്കിൾ എന്നുള്ളത് ഒരു ഭാഗമല്ല ഉള്ളത്, അതിന് ഒരുപാട് ഭാഗങ്ങൾ, കമ്പിയുണ്ട്, ടയറുണ്ട്, പെഡലുണ്ട്, സീറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇവയെല്ലാം കൂടെ ചേർന്നിട്ടുള്ള കോർഡിനേഷൻ, ടീച്ചർ മുമ്പേ പറഞ്ഞ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള കോർഡിനേഷനാണ് സൈക്കിൾ. അപ്പൊ സൈക്കിളിനെ നമുക്കൊരു വ്യവസ്ഥ എന്ന് വിളിക്കാലോ, അതൊരു വ്യവസ്ഥയാണ്. ആ സൈക്കിൾ എന്നുള്ള വ്യവസ്ഥ നമുക്കൊന്ന് വേണം, ഇതായിട്ട് സൈക്കിള് വേണം. അപ്പൊ നമ്മൾ സൈക്കിളിന്റെ എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടെന്ന് നമ്മൾ നോക്കി, നമ്മളൊരു കടയിൽ പോയി, സൈക്കിൾ കടയിൽ പോയിട്ട് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു, കമ്പി, ടയർ എന്നൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഭംഗിയായിട്ട് അടുക്കി വെച്ചു മേശ. അതിനെ സൈക്കിൾ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നു? പറ്റില്ല. അത് സൈക്കിൾ ആകണമെങ്കിൽ അത് ഫിറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു മെക്കാനിക്ക് വന്നിരുന്ന് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി സംഘടിപ്പിക്കണം. അപ്പോ അങ്ങനെ സംഘടിപ്പിക്കുന്ന ഒരു പ്രക്രിയ കഴിഞ്ഞു കഴിയുമ്പോൾ സൈക്കിളായിട്ട് വരും. അതുവരെ അത് അതിന്റെ ഘടകങ്ങളാണ്. ഈ ഘടകങ്ങളെ ആ കോർഡിനേഷൻ എന്ന് പറഞ്ഞ പരിപാടി, ആ കോർഡിനേറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനെയാണ് സംഘാടനം എന്ന് പറയുക. ഓക്കെ, അപ്പൊ സംഘാടനം എന്നുള്ളത് മനസ്സിലായല്ലോ. ഇതാണ് സംഘാടനം എന്ന് മനസ്സിലായി. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്, യഥാസ്ഥാനത്ത് ചേർത്ത് വെക്കുന്നതാണ് സംഘാടനം. എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി വെക്കലല്ല, യഥാസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ യഥാസ്ഥാനത്ത് ചേർത്ത് വെക്കുന്നതാണ് സംഘാടനം. അത് ക്ലിയർ ആണല്ലോ. ഈ രണ്ടാമതൊരു എക്സാമ്പിൾ പറയാം. മണൽത്തരികൾ കണ്ടിട്ടുണ്ട്, ഉരുളങ്കല്ല് കണ്ടിട്ടുണ്ട്. വെള്ളത്തിന്റെ ഒഴുക്കില് നദിയിൽ കിടക്കുന്ന കല്ലുകൾ ഉരുണ്ടുരുണ്ടുരുണ്ട് പോയി മണലുകളായി മാറും. അപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്കുണ്ട് അവിടെ. വെള്ളത്തിന്റെ ഒഴുക്കിന് ഗ്രാവിറ്റി കാരണമാണ്, വെള്ളത്തിന്റെ ദ്രവരൂപം കാരണമാണ്. അതുപോലെ തന്നെ ഇതിന് അകത്ത് കിടക്കുന്ന കല്ല് കട്ടകളെല്ലാം കൂടെ ഈ ടോട്ടൽ ഫ്ലോയുടെ ഭാഗമാണ്. അവിടെ മണൽ ഉണ്ടാകുന്നത്, ഉരുളൻകല്ല് ഉണ്ടാകുന്നത് ഈ ഒഴുക്കിന്റെ പ്രേരണ കൊണ്ടാണ്. ഒഴുകുന്നത് ഗുരുത്വത്തിന്റെ പ്രേരണ കൊണ്ടാണ്. അവിടെയും ഈ മണലുകൾ ഉണ്ടായി, മണൽപ്പരപ്പുണ്ടാകുന്നു, ഉരുളൻകല്ലുകളുടെ ഒരു വിധാനം ഉണ്ടാകുന്നു, അല്ലെ? ഇതെല്ലാം ഉണ്ടായിത്തീരുന്നുണ്ട്. അവിടെയും അത് ഉണ്ടായി വന്നതാണ്, സ്വാഭാവികമായിട്ട് ഉണ്ടായി വന്നതാണ്, സംഘടിപ്പിക്കപ്പെട്ടതാണ്. പക്ഷെ മറ്റേതില് വെളിയിൽ നിന്ന് ഒരാള് സംഘടിപ്പിച്ചു, ഒരു യന്ത്രം എന്നുള്ള രീതിയിൽ ഇതിനെ സംഘടിപ്പിച്ചു. അപ്പോൾ അതിനെ യാന്ത്രിക സംഘാടനം എന്നാണ് പറയുക. ഈ രണ്ടാമത് ഇവിടെ ഉണ്ടായത് പ്രേരിത സംഘാടനമാണ്. വെള്ളത്തിന്റെ പ്രേരണയാൽ മണൽ ഉരുവായി എന്നുള്ളതാണ് പ്രേരിത സംഘാടനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ചു പേര് റോഡിന്റെ നടുക്ക് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഒരു ജീപ്പ് അവിടെ നിന്ന് വളരെ വലിയ ശബ്ദത്തോടു കൂടി ഓടിച്ചിങ്ങ് വരുന്നു.
വരുന്നത് ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ രണ്ടു വഴിക്ക് മാറും അല്ലെ. ജീപ്പ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വന്നിട്ട് ഈ നമ്മുടെ കൂട്ടുകാരന്റെ അപ്പുറത്തെ ലൈനിന്റെ അവിടെ പോയ ആള് തിരിച്ചു വരുമല്ലോ. വരുന്ന ആളോട് പറയും എന്തൊരു സ്പീഡിലാണ് അവൻ പോയത്, വേറെ വല്ലവരുടെ തട്ടി മരിക്കില്ലേ എന്ന് പറഞ്ഞ് നമ്മളുടെ കമന്റുകൾ പറയും. അപ്പോഴേക്കും ഈ പണ്ട് എങ്ങനെയാണ് നിന്നിരുന്നത് അതേപോലെ നമ്മൾ വീണ്ടും കൂടിക്കഴിഞ്ഞു അല്ലേ. ആര് പറഞ്ഞിട്ടാ? ഇപ്പൊ ഇവിടെ മെക്കാനിക് സംഘടിപ്പിച്ച പോലെ അല്ലെങ്കിൽ വെള്ളം പ്രേരണയാൽ സംഘടിപ്പിച്ചതുപോലെ എന്തെങ്കിലും അവിടെ സംഘടിപ്പിച്ചോ? വെളിയിൽ നിന്ന് ഒരാൾ വന്ന് സംഘടിപ്പിച്ചോ? അത് ഇല്ല, സ്വയമേവ സംഘടിപ്പിച്ചു. ഇനി വേറെ ഒരു ഉദാഹരണം പറയാം, ഇതേ കാര്യം തന്നെ വേറൊരു ഉദാഹരണം പറയാം. മുറ്റത്ത് നമ്മൾ സ്ഥിരമായിട്ട് തൂത്തുവാരാറുണ്ട്, അടിച്ചുവാരാറുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ മുറ്റത്ത് പുല്ല് മുളയ്ക്കാറില്ല. നമ്മൾ ഒരു 10 ദിവസത്തെ യാത്രയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവിടെ എല്ലാം ചപ്പും ചവറും പുല്ലും ഉണ്ടാകും. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നഗ്നമായി കിടക്കുന്ന മണ്ണിന്റെ മുകളിലേക്ക് പുല്ല് വന്നത് മൂടുക എന്നുള്ളത് ഒരു ബയോളജിക്കൽ സിസ്റ്റമായ ഭൂമിയുടെ പ്രത്യേകതയാണ്. ഇത് തന്നെയാണ് തോല് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെടിയുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ഒരു മുള്ള് കയ്യിൽ കൊണ്ടിട്ട് ഇവിടെ ഒരു പോറല് വന്നു, 4 ദിവസം കഴിയുമ്പോൾ അത് മാറും. അത് സ്വയം സംഘടിപ്പിക്കുന്നതാണ്. അപ്പോൾ സംഘാടനം എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞ കോർഡിനേഷൻ എന്ന് പറയുന്നത്. എല്ലാം തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് സംഘാടനമാണ്. ആ സംഘാടനം എന്നുള്ളത് സംഘടിപ്പിക്കുന്നത് കൊണ്ടാണ് ടേബിൾ ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ടാണ് മൊബൈൽ ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇവിടെയുള്ള ഓരോ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഉരുവാകുന്ന രൂപം വന്നിട്ടുള്ള എല്ലാത്തിന്റെയും പുറകിൽ ഒരു സംഘാടനമാണ്. ഒന്നുകിൽ വെളിയിൽ നിന്ന് ഒരാളെ സംഘടിപ്പിക്കണം, അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രേരണ, പ്രകൃതിയിലെ എന്തിനെങ്കിലും പ്രേരണയാൽ സംഘടിപ്പിക്കണം, അല്ലെങ്കിലോ സ്വയം സംഘടിക്കണം. അങ്ങനെ സ്വയം സംഘടിപ്പിക്കാനുള്ള ഒരു വ്യവസ്ഥയുടെ ശേഷിയെയാണ് ജീവൻ എന്ന് പറയുന്നത്. സ്വയം സംഘാടനം എന്ന് പറയും, സെൽഫ് ഓർഗനൈസേഷൻ എന്ന് പറയും. അത് ക്ലിയർ ആണല്ലോ. സ്വയം സംഘടിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ ഇടത്തേക്കാല് മുമ്പോട്ട് വയ്ക്കുമ്പോൾ വലത്തേക്കാല് പുറകോട്ട് പോകും, വലത്തേക്കാല് എടുത്ത് മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഇടത്തേക്കാല് പുറകോട്ട് പോകും. ഇവ തമ്മിൽ വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ട് ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ട് മുമ്പോട്ട് പോകും. അതൊരു സ്ട്രക്ചറൽ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റിയാണ്, ഘടനാപരമായ സ്പെഷ്യാലിറ്റിയാണ്. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇത് ഘടിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കാൻ അതിന് കഴിയുന്നത്. ഘടനാപരമായി ഒരു പ്രത്യേക രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിന് കഴിയുന്നത്. അതിനെയാണ് ടീച്ചർ ആദ്യമേ പറഞ്ഞത്, ആ കോർഡിനേഷൻ എന്ന്, ബോഡിയുടെ കോർഡിനേഷൻ എന്ന് പറഞ്ഞ ആ സംഭവം. ആ അങ്ങനെയുള്ള കോർഡിനേഷനെ സാങ്കേതികമായി നമ്മൾ പറയുന്ന പദം എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ഘടനാ സമഗ്രത ആണ്. ഘടനയുടെ സമഗ്രത അതുള്ളതിനാണ് ജീവൻ ഉണ്ടാവുക. അപ്പോൾ ഈ എന്റെ ശരീരം ഘടനാപരമായി സമഗ്രമാണ്, അതുകൊണ്ടാണ് ജീവനുള്ളത്. ഇത് കേടായി പോയിരിക്കട്ടെ, ഈ തമ്മിലുള്ള കൊളുത്ത് വിട്ടു, പക്ഷെ അപ്പോഴും അത് അവിടെ തന്നെയുണ്ട്. നമ്മൾ കുടയൊക്കെ മടക്കി വെക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ കമ്പിയൊക്കെ പൊട്ടിപ്പോയി വരും അല്ലെ. ഈ കമ്പികൾ തമ്മിലുള്ള പരസ്പര ബന്ധം കോർത്തിണക്കുന്ന ഒരു നൂൽക്കമ്പി അതിനകത്ത് ഉണ്ടാവുമല്ലോ. കുട കുറെ നാൾ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചാൽ നൂൽക്കമ്പി പൊട്ടിപ്പോകും. പക്ഷെ കുട എടുത്ത് നോക്കുന്ന സമയത്ത് ഇതൊക്കെ കമ്പിയൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, നൂൽക്കമ്പി പൊട്ടിപ്പോയിട്ടുണ്ടാവും. നിവർത്തുമ്പോഴാണ് അറിയുക വർക്ക് ചെയ്യില്ല അല്ലെ. അതേപോലെ തന്നെയാണ് മരിച്ച ശരീരം എന്ന് പറയുന്നത്. അദ്ദേഹം അന്ന് മുമ്പേ പറഞ്ഞതുപോലെ മരിച്ചു കിടക്കുന്നു ഇവിടെ. ഈ തമ്മിലുള്ള കോർത്തിണക്കുന്ന അവസ്ഥയിലെ, സംഘടിപ്പിച്ചിട്ടുള്ള അവസ്ഥയിലെ അതുപോയി, സത്തുപോയി എന്ന് പറയും. അപ്പോ ആ കോർത്തിണക്കുന്ന അവസ്ഥയാണ് ജീവനെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ, അതിനെ ഉള്ളിൽ തന്നെ നിർവചിക്കുക, അതിനെ സമ്മതിക്കുക, അംഗീകരിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളോട് തുടർച്ചയായിട്ട് വരണം, എന്നാലും ബാക്കി വർക്കാവും. അപ്പോ ഈ ഘടനയുള്ള ശരീരം നമുക്കൊക്കെ ഉണ്ടല്ലോ, നമുക്കൊക്കെ ആ ശരീരം, ഈ ശരീരത്തിനെ കവർ ചെയ്തിരിക്കും. ശരീരത്തിന്റെ പരിധി തീരുമാനിക്കുന്നത് എന്താണ്? സ്കിന്നല്ലേ. ശരീരത്തിന്റെ പരിധി തീരുമാനിക്കുന്ന സ്കിന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ പുറത്തും സ്കിന്നുണ്ട്. ഈ സ്കിന്നിന്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്, ശരിയാണല്ലോ? ശരി. അപ്പൊ കൈ ശരീരത്തിന്റെ വെളിയിലാണോ? ഉള്ളിലാണ്. ഹൃദയം ഉള്ളിലാണ്. അപ്പോ ഞാൻ എന്നുള്ള സ്വത്വത്തിന്റെ, ഞാൻ എന്നുള്ള ആ മൊത്തം രൂപത്തിന്റെ അകത്താണ് എന്റെ അവയവങ്ങൾ അല്ലെ. ഈ സ്കിന്നാണ് കവർ ചെയ്യുന്നതെങ്കിൽ അതിനകത്താണ് കൈയും കാലും മൂക്കും കണ്ണും എല്ലാം.
അപ്പൊ എനിക്കകത്താണ്, അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ശരീരത്തിന്റെ അകത്താണ് എന്റെ അവയവങ്ങൾ. ശരിയല്ലേ? അപ്പൊ ഞാൻ എന്നുള്ള ഒരു കൂട്, ഈ തോലാകുന്ന ഒരു കൂട്, ആ കൂടിന്റെ അകത്ത് കുറെ അവയവങ്ങൾ. ആ ഘടന ക്ലിയർ അല്ലേ? നമുക്ക് വ്യക്തത വേണം, അതിനുവേണ്ടി ഞാൻ ചോദിച്ചു പോകുന്നത്. ഈ ഹൃദയം എടുക്കുക, അല്ലെങ്കിൽ കൈയെടുക്കുക, ഏതെങ്കിലും ഒരു അവയവം എടുക്കുക. ആ അവയവം ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെ കൊണ്ടാണ്? കുറെ കലകൾ ഉപയോഗിച്ചിട്ട്, കുറെ പേശികൾ, കലകൾ ഉപയോഗിച്ചിട്ട്. കലകൾ, ഈ പേശികളെല്ലാം കലകളാണ് അല്ലെ? പല കലകൾ, ടിഷ്യൂസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ? അപ്പോ ഹൃദയം എന്ന ഒരു അവയവത്തെ എടുത്തു കഴിഞ്ഞാൽ ഹൃദയത്തിനകത്ത് കുറെ ടിഷ്യൂകളുണ്ട്. എന്റെ ശരീരത്തിനകത്ത് കുറെ അവയവങ്ങളുണ്ട്. അപ്പൊ എന്റെ ശരീരമാകുന്ന കൂടിന്റെ അകത്ത് കുറെ അവയവങ്ങളുണ്ട്. ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം, ഒരു അവയവത്തെ എടുത്തു കഴിഞ്ഞാൽ അവയവമാകുന്ന കൂടിന്റെ അകത്ത് കുറെ പേശികളുണ്ട്. ക്ലിയർ അല്ലേ? ഇനി പേശികൾ എടുത്തു കഴിഞ്ഞാൽ പേശികളാകുന്ന കൂടിന്റെ അകത്ത് കുറെ കോശങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഈ പേരിലല്ല, ഈ കൂടിനകത്തുള്ള പേരിലല്ല നമ്മൾ പഠിച്ചത്. ഇവ ചേർന്ന് അതുണ്ടാവുന്നു, അവ ചേർന്ന് അതുണ്ടാവുന്നു, കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാവുന്നു, കലകൾ ചേർന്ന് അവയവങ്ങൾ ഉണ്ടാവുന്നു, അവയവങ്ങൾ ചേർന്ന് ജീവി ഉണ്ടാവുന്നു എന്ന് പഠിച്ചു. ജീവിക്കകത്താണ് അവയവങ്ങൾ, അവയവങ്ങൾക്കകത്താണ് പേശികൾ, പേശികൾക്ക് കലകൾ, കലകൾക്കകത്താണ് കോശങ്ങൾ, കോശങ്ങൾക്കകത്താണ് കോശാന്തര ദ്രവങ്ങൾ എന്ന രീതിയിൽ. കോശങ്ങൾ, കോശാന്തര ദ്രവങ്ങളൊക്കെ അകത്താണെന്ന് പറഞ്ഞു പോകുന്ന ആ ഒരു ക്രമം, ആ രീതിയിലൊന്ന് മനസ്സിലൊന്ന് റെക്കോർഡ് ചെയ്യുക. അതാണ് അതിന്റെ ഘടന. കാരണം നമ്മുടെ ഒരു അവയവത്തിന് ഇതിൽ നിന്നും മാറി വെളിയിൽ പോയി നിൽക്കാൻ കഴിയില്ലല്ലോ. കഴിയോ? തലയെടുത്ത് മാറ്റി അപ്പുറത്ത് വെക്കുക, കുറേ നേരം കഴിഞ്ഞ് തല വീണ്ടും എടുത്ത് വെക്കുക. ഇപ്പൊ ഹെൽമെറ്റ് ഇവിടെ വന്ന എല്ലാവരും ഹെൽമെറ്റും കൊണ്ടുവന്നവരൊക്കെ ഊരി വെച്ചു, തിരിച്ചു പോകുന്ന സമയത്ത് ഹെൽമെറ്റ് തലയിൽ വെച്ചു. അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തലവേദനയാണ്, തല ഊരി വെച്ചേക്കാം എന്ന് പറയുന്ന പരിപാടി പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിന്റെ പാർട്ടാണ് അത്, ശരീരത്തിന്റെ വെളിയിൽ പോയി നിൽക്കാൻ കഴിയില്ല. അപ്പൊ ഈ കൂടിനകത്താണ് അത് നിൽക്കുക. അപ്പൊ ഈ കൂടിനകത്താണ് എന്റെ അവയവങ്ങൾ, അവയവം എന്ന കൂടിന്റെ അകത്താണ് കലകൾ, കലകൾ എന്ന കൂടിന്റെ അകത്താണ്. അപ്പൊ കൂടിന്റെ അകത്ത് കൂടുന്നുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അത് ക്ലിയർ അല്ലേ? നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? ഭൂമിയിലാണ്. ഇംഗ്ലീഷിൽ പറയാം, ഭൂമിയിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഇംഗ്ലീഷിൽ പറയാം. ഓൺ ദി എർത്ത്. ടീച്ചർ അതാണ് പറയുന്നത്. സർഫേസ് ഓഫ് ദി എർത്ത്. ഇവിടെ ഏട്ടൻ എന്താ പറയുന്നത്? ഏട്ടൻ എന്താ പറയുന്നത്? എർത്ത് എന്നാണ്. ഞാൻ ഓൺ എർത്ത്, ഇന്നർത്ത് എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ്. നമുക്ക് ഈ തലയുടെ കാര്യം പറഞ്ഞില്ലേ, എന്റെ തലയെടുത്ത് മാറ്റി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ എന്റെ ശരീരത്തിൽ നിന്നും എന്റെ ഒരു അവയവത്തെ മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഭൂമിയിൽ നിന്നും എന്നെ മാറ്റിവെക്കാൻ കഴിയില്ല. ഞാൻ ആകാശത്ത് പോകുന്നുണ്ട്, ബഹിരാകാശത്ത് പോകുന്നുണ്ട്, എന്നിട്ട് തിരിച്ചു വരുന്നുണ്ട് അല്ലേ? ആകാശത്തും ബഹിരാകാശത്തും പോയിട്ട് ഞാൻ തിരിച്ചു വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഭൂമിയുടെ ശരീരം വിട്ടു പോകുന്നില്ല എന്നല്ലേ അർത്ഥം? എന്നുവെച്ചാൽ അറ്റ്മോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ടോപ്പോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, അയണോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ടോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലെയറുകൾ, 30,000 കിലോമീറ്റർ ദൂരമുണ്ട് മുകളിലേക്ക്. ഈ ഒരു ജൈവ മണ്ഡലത്തിന്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ വി ലിവ് ഇൻ എർത്ത്, ഓൺ എർത്ത് അല്ല. ഓൺ എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ മറ്റേ ഹാർഡ് പാർട്ടിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓൺ മാൻഡിലൊക്കെ പറയുന്ന അവസ്ഥയുണ്ടല്ലോ, അതിന്റെ സർഫസിന്റെ മുകളിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഡെൻസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഇതിന്റെ മുകളിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ മുകളിൽ ഈ 30,000 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു വലിയ കൂടിന്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭൂമി എന്ന കൂടിന്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ കോശങ്ങൾ, കലകൾ എന്ന കൂടിനകത്ത് ജീവിക്കുന്നു, കലകൾ അവയവം എന്ന കൂടിനകത്ത് ജീവിക്കുന്നു, അവയവം ശരീരം എന്ന കൂടിനകത്ത് ജീവിക്കുന്നു, ശരീരം തൽക്കാലത്തേക്ക് ഭൂമി എന്ന കൂടിനകത്ത് ജീവിക്കുന്നു. ഇതിന്റെ ഇടയിൽ വേറെ ലെവലുകൾ ഉണ്ട് കേട്ടോ. ഭൂമി എന്ന് പറയുന്ന ലെവലിന്റെ അകത്ത് പിന്നെ സ്പീഷീസ് എന്നുള്ള ലെവലുണ്ട്, ജീവരാശി എന്നുള്ള ഇതുണ്ട്. ജീവരാശിക്കകത്ത് മനുഷ്യരാശിയുണ്ട്, മനുഷ്യരാശിക്കകത്ത് നമ്മുടെ പ്രാദേശിക കുലം എന്നുള്ളതുണ്ട്. അങ്ങനെയൊക്കെ പല ലെയറുകളുണ്ട്. ഞാൻ തൽക്കാലം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഭൂമി എന്നുള്ളത് എടുക്കാം. ഈ ഭൂമിയാണ് നമ്മളിവിടെ പ്രകൃതി എന്ന് വിളിക്കുന്നത്. ഈ ഭൂമി എവിടെയാണ് ജീവിക്കുന്നത്?
സൗരയൂഥം എന്ന കൂടിന്റെ അകത്താണ്. സൗരയൂഥം മിൽക്കി വേ എന്നുള്ള കൂടിനകത്താണ്. മിൽക്കി വേ നമുക്കറിയില്ല, ഇനി പ്രപഞ്ചത്തെ വിളിക്കാനേ അറിയില്ല, നമ്മൾ അവിടെ ഒന്നും പോയി കണ്ടിട്ടില്ലല്ലോ. അപ്പോ പ്രപഞ്ചം എന്ന കൂടിന്റെ അകത്ത്, സൗരയൂഥം എന്ന അല്ലെങ്കിൽ മിൽക്കി വേ എന്ന കൂടിനകത്ത്, സോളാർ സിസ്റ്റം എന്ന കൂടിനകത്ത്, ഭൂമി എന്ന കൂടിന്റെ അകത്ത്, ജീവരാശി എന്ന കൂടിന്റെ അകത്ത്, മനുഷ്യരാശി എന്ന കൂടിന്റെ അകത്ത്, മനുഷ്യൻ എന്ന കൂടിന്റെ അകത്ത്, അവയവങ്ങളാകുന്ന കൂടിന്റെ അകത്ത്, കലകളാകുന്ന കൂടിന്റെ അകത്ത്, കോശങ്ങളാകുന്ന, ഇങ്ങനെയാണ് ഇതിന്റെ ഘടന. ഇത് ക്ലിയർ ആണല്ലോ, തർക്കമില്ലല്ലോ ഇതിൽ. ഇക്കാര്യത്തിൽ ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളതൊക്കെ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. ഇനിയാണ് നമ്മൾ ഇതിന്റെ ഒരു വിശേഷപ്പെട്ട അവസ്ഥ. നമ്മൾ ജീവൻ എന്ന് പറയുന്നത് സ്വയം സംഘാടനമാണെന്ന് പറഞ്ഞു. പ്രപഞ്ചം മുതൽ കോശം വരെയും സ്വയം സംഘടിപ്പിക്കുന്നതാണ്. സൗരയൂഥത്തിന് ആരെങ്കിലും കീ കൊടുക്കണ്ടോ? തനിയെ വർക്ക് ചെയ്യുന്നത്. പ്രപഞ്ചം മുഴുവൻ തനിയെ പ്രവർത്തിക്കുന്നതാണ്. സ്വയം സംഘടിച്ചുകൊണ്ടേയിരിക്കുന്നത്, സ്വയം അതിനെ പുനർനിർവചിച്ചുകൊണ്ടേയിരിക്കും. ജീവൻ എല്ലായിടത്തുമുണ്ട്. അപ്പൊ എനിക്കുള്ള ജീവനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്റെ ജീവനെ വെച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങൾ പറയാം. എന്റെ ശരീരത്തിലേക്ക് വേണ്ടത്, എനിക്ക് എന്റെ ശരീരത്തിന്റെ ഉള്ളിലാണ് അവയവങ്ങൾ എന്ന് പറഞ്ഞു. എന്റെ ശരീരത്തിന് ചില ആവശ്യങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് എന്റെ പുറത്ത് ചൊറിച്ചിലുണ്ട്. ഈ ചൊറിച്ചിൽ മാറണമെങ്കിൽ ഞാൻ മാന്തണം. ഇത് മാന്താൻ വേണ്ടിയാണ് എനിക്ക് കൈ തന്നത്. ഈ കൈയുടെ ഉപയോഗം 1 മാന്തൽ, 2 മുമ്പിൽ പോകുന്ന സമയത്ത് മുമ്പിൽ വരുന്ന സാധനങ്ങളെ വകഞ്ഞു മാറ്റൽ, 2ാമത്തേത്, 3 ഭക്ഷണം കഴിക്കൽ. ഇതുപോലെ നമുക്ക് എണ്ണി വെക്കാം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെക്കാം. അപ്പോ എന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങളെ നിർവഹിക്കുക എന്നുള്ള ഉദ്ദേശ്യം അഥവാ പർപ്പസ് ആണ് ഇതിനകത്തുള്ളത്, അല്ലെ? ഇതിൽ പുറം ചൊറിയുക എന്നുള്ളത് ഈ പർപ്പസിനകത്തെ ഒന്നാണ്. അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മം എന്താണോ ചെയ്യേണ്ടത്, എന്താണോ അതിന് ഉത്തരവാദിത്തമായി ധരിച്ചിട്ടുള്ളത്, ഭാരതേ ഇതി ധർമ്മം എന്നുള്ളതാണ്. അപ്പൊ ആ ധരിക്കപ്പെട്ടിട്ടുള്ളതാണ് ധർമ്മം. നമ്മുടെ ശരീരത്തിന്റെ ഒരാവശ്യത്തെ നിർവഹിക്കാൻ വേണ്ടിയാണ് ഈ കൈ ഉണ്ടായിട്ടുള്ളത്. അതിന് ഒരു ധർമ്മമാണ്. ധർമ്മം നിർവഹിക്കാൻ പാകത്തിലാണ് ഇതിന്റെ ഘടന, പിടിക്കാൻ പാകത്തിലാണ് വിരലുകൾ, അല്ലെ? അപ്പോ എന്റെ ശരീരത്തിന്റെ ആവശ്യം നിർവഹിക്കാനായിട്ട് കൈ, അതിന് പാകത്തിലാണ് അതിന്റെ രൂപം, ഘടനയൊക്കെ. അപ്പൊ ഞാനും കൈയും വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്നുള്ളത് ഉപരി വ്യവസ്ഥയും കൈ എന്നുള്ളത് ഉപവ്യവസ്ഥയുമാണ്. ഉപരി അറിയില്ല, വെളിയിലുള്ളത്, ഉള്ളിലുള്ളത്, ഉപരിവ്യവസ്ഥയും ഉപവ്യവസ്ഥയും. അപ്പൊ കൈ എന്നുള്ളത് ഉപവ്യവസ്ഥ, ഞാൻ ഉപരിവ്യവസ്ഥ. ഇനി എന്റെ കാര്യം എടുക്കാം. ഞാൻ ഉപവ്യവസ്ഥയാണെങ്കിൽ ഉപരിവ്യവസ്ഥ എന്താണ്? തൽക്കാലത്തേക്ക് ഭൂമിയിൽ എടുക്കാലോ. ഭൂമിയുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. ശരിയല്ലേ? ആയിരിക്കില്ലേ? ഈ ഘടന അനുസരിച്ച് അതങ്ങനെ ആയിരിക്കില്ലേ? ഭൂമിയുടെ ഒരു ആവശ്യം നിർവഹിക്കാനാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഭൂമിയുടെ ആവശ്യം ഭൂമി എങ്ങനെ നിർവഹിക്കുക? ചെറിയൊരു കാര്യം പറയാം. ഞാനും കയ്യും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് പറയാം. എന്റെ പുറത്ത് ചൊറിച്ചിൽ വന്നു. ചൊറിയാൻ വേണ്ടിയിട്ടാണല്ലോ കൈ, ചൊറിയണം. ഞാൻ കൈയിട്ട് ചൊറിഞ്ഞു. ഓക്കെ, ഞാനിവിടെ തിരക്കിലാണ്, കമ്പ്യൂട്ടറിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് കൈ ഇങ്ങനെ കൈ ഇങ്ങോട്ട് മടക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. ഞാനൊരു എന്റെ അമ്മ ഒരു മുളയുടെ വടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ മാന്തുന്ന ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇവിടുന്ന് വാങ്ങിച്ചത്. ആ സാധനം എടുത്തിട്ട് വിളിച്ചു. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? പുറം ചൊറിയൽ, അല്ലെ? പുറത്ത് മാന്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ചൊറിച്ചിൽ മാറ്റുക എന്നുള്ളതാണ് ആവശ്യം. അതാണ് ധർമ്മം. ചൊറിച്ചിൽ മാറ്റുക എന്നുള്ളതാണ് ധർമ്മം. ചൊറിച്ചിൽ മാറ്റാനായിട്ട് ഞാൻ കൈയിട്ട് മാന്തും, ഈ മുളവടി എടുത്തിട്ട് ഇങ്ങനെ ചൊറിയും. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ പറയും, ജിഷ്ണു ഒന്ന് ചൊറിഞ്ഞ, അടുത്ത് നിൽക്കുന്ന ആളെ എൻഗേജ് ചെയ്ത് ചൊറിയും. അപ്പൊ ഈ ജിഷ്ണു എനിക്ക് ചൊറിഞ്ഞു തരുന്നത് ഒരു കർമ്മമാണ്, ഒരു പ്രവൃത്തിയാണ്. മുളവടി കൊണ്ട് മാന്തുക എന്നുള്ളത് മറ്റൊരു പ്രവൃത്തിയാണ്. എന്റെ കൈ കൊണ്ട് മാന്തുക എന്നുള്ളത് വേറൊരു പ്രവൃത്തിയാണ്. ഇത് മൂന്ന് പ്രവൃത്തികളാണ്. ആവശ്യം എന്താണ്? ചൊറിച്ചിൽ മാറുക എന്നുള്ളതാണ്. അപ്പൊ ചൊറിച്ചിൽ മാറുക എന്നുള്ളതാണ് ആവശ്യം. ചൊറിച്ചിൽ മാറ്റുക എന്നുള്ളതാണ് ധർമ്മം, കൈയുടെ ധർമ്മം. ചൊറിച്ചിൽ മാറ്റാനായിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയില്ലേ, മുളവടി കൊണ്ട് ചൊറിയണോ അല്ലെങ്കിൽ മറ്റേ ആ പ്രവൃത്തി ഉണ്ടല്ലോ, ആ പ്രവൃത്തിയുടെ പേരാണ് കർമ്മം. അത് ക്ലിയർ ആണല്ലോ? ഈ കുസൃതി ആയതുകൊണ്ടാണ് ഞാനിവിടെ എഴുന്നേറ്റ് കൈകൊണ്ട് ചൊറിയാതെ
ജിഷ്ണു ഒന്ന് ചൊറിഞ്ഞ എന്ന് പറയുന്ന പരിപാടി കാണിക്കുന്നു അല്ലെ. നമ്മൾ പലപ്പോഴും നമ്മൾ ഷോർട്ട് കട്ടുകൾ തേടുന്നു അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഈ ധർമ്മം ചെയ്യേണ്ട വഴിക്ക് നമ്മൾ നേരിട്ട് ചെയ്യുന്നതിന് പകരം പല പല രീതിയിൽ ഉപയോഗിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോയാൽ ഒരുപാട് വിപുലമാവും ക്ലാസ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണങ്ങൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ലഘൂകരിക്കാതെ, ഇപ്പൊ എനിക്കൊരു തോട്ടമുണ്ട്. തോട്ടത്തിൽ പോയിട്ട് അവിടുത്തെ ജോലികളെല്ലാം നിർവഹിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ അവിടെ പണിക്കാരനെ വെച്ചിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടും. അത് ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ഉത്തരവാദിത്വം. അത് ചെയ്യാനായിട്ട് ഓരോ പ്രാവശ്യം ഇത് ഇവിടെ കുഴിച്ചു വെക്കണം, ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കണം, ഇപ്പൊ മോട്ടോർ ഓൺ ചെയ്യണം, ഇപ്പൊ മോട്ടോർ ഓഫ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അയാൾ ഓരോ പ്രാവശ്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനൊക്കെ മറുപടി പറയാൻ നിൽക്കണം. പിന്നെ ഞാൻ തന്നെ അവിടെ പോയി നിന്നാ പോരെ. അതുകൊണ്ട് നമ്മൾ അവിടേക്ക് ഒരു സ്വയം പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കും. ആ സംഭവത്തിന് സ്വയം പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കും. ആ സ്വയം പ്രവർത്തന സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് അഹം എന്ന് പറയുന്നത്. അതിനെ കുറച്ചുകൂടെ വിശുദ്ധമായി പറയുമ്പോൾ നമ്മൾ ആത്മാവ് എന്നൊക്കെ പറയും. ഈ ആത്മാവാണ് തീരുമാനം എടുക്കുന്നത് എന്ത് ചെയ്യണം എന്നുള്ളത്. ഈ കർമ്മം എന്നുള്ള കാര്യം ഉണ്ടല്ലോ, അതായത് എനിക്ക് മാന്തുക എന്നുള്ള കർമ്മം എങ്ങനെ ചെയ്യണം എന്നുള്ള തീരുമാനം നടപ്പിലാക്കുന്നതാണ് കർമ്മം. ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാൻ അവിടെ ഈ അഹം ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയുണ്ട്? ഇപ്പൊ എന്താ ഉള്ളത്, മുമ്പിൽ എന്താ ഉള്ളത്? ചൊറിച്ചിലും. നമുക്ക് എന്താ കയ്യിലുള്ളത്? മാന്താൻ ശേഷിയുള്ള കൈയുണ്ട്. ഇതിനു മുമ്പ് ഞാൻ എങ്ങനെയാ ചെയ്തത്? കൈ അങ്ങോട്ടേക്ക് കൊണ്ടുപോയപ്പോൾ ചെറിയ വേദന വന്നിരുന്നു. അനുഭവമാണ്, പഴയ ഓർമ്മയാണ്. നമുക്ക് വേണ്ടത് എന്താ? ചൊറിച്ചിൽ മാന്തി ശാന്തമാവണം. അതാണ് ഭാവി. വർത്തമാനത്തിൽ എന്താണ്? ചൊറിച്ചിലുണ്ട്. പണ്ട് ചൊറിഞ്ഞ സമയത്ത് ഈ കൈവേദന ഉണ്ടായിരുന്നു. ഭാവിയിൽ വേണ്ടത് എന്താണ്? ചൊറിച്ചിൽ മാറി ശാന്തമാകണം എന്നുള്ളതാണ്. എന്താ കയ്യിലുള്ളത്? ചൊറിയാനുള്ള കൈയുണ്ട്. ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു വിചാരം ചെയ്യുന്നു. മുൻപിലുള്ളതും ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വിചാരം ചെയ്തിട്ട് ആ വിചാരം വഴി ഈ മാന്തൽ എന്നുള്ള പ്രക്രിയ നടപ്പിലാക്കുന്നു. ഈ പണി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ചെയ്യുന്ന പണിയുടെ പേരാണ് മനസ്സ്. അപ്പോ ഭാവി ഞാൻ ഇവിടെ കാണിക്കുന്ന ഷേപ്പിലൊന്നും മനസ്സിലാക്കി വെച്ചാൽ എളുപ്പത്തിൽ ഓർക്കാൻ പറ്റും. മുമ്പിൽ കാണുന്നത് ഭാവി, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നത്. മുൻ അനുഭവങ്ങളെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, സ്മൃതികളായിട്ട്, ഓർമ്മകളായിട്ട്. ഭാവി എന്നുള്ളത് നമ്മുടെ ആന്റിസിപ്പേഷൻസ് ആണ്, പ്രത്യാശകൾ, പ്രതീക്ഷകൾ. എന്താണ് നമുക്കുള്ളത് എന്നുള്ളതാണ് നമ്മുടെ സഹജ ശേഷി എന്ന് പറയുന്നത്. ഇതിനെ മുഴുവൻ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുടെ പേരാണ് അഹം എന്ന് പറയുന്നത്. അതിന് നടുവിലുള്ളത് ഈ 5 പൊസിഷനുകൾ മനസ്സിലാക്കിയ മനസ്സിനെ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനത്തെയും ജീവിതത്തിന്റെ മൊത്തം പ്രവർത്തനത്തെയും നമുക്ക് കൈകാര്യം ചെയ്യാം. ഈ മനസ്സ് എങ്ങനെ തീരുമാനിക്കുന്നോ അതിനനുസരിച്ചാണ് ശരീര പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാവുക. ഈ മനസ്സെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്യപ്പെടുന്നു. എപ്പോഴും ഇന്ദ്രിയങ്ങൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ലഡു വരും, കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ കൺട്രോൾ പോയി നമ്മൾ ലഡു വായും. അപ്പൊ ഇന്ദ്രിയം നമ്മളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അത് ആകർഷിക്കുന്ന സമയത്ത് ലഡു കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം ലഡു കഴിച്ചപ്പോ ഷുഗർ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ആശുപത്രിയിൽ പോയി കിടന്നു എന്നുള്ള ഓർമ്മ അപ്പുറത്തുണ്ടോ? ഇന്ദ്രിയം വിളിച്ചാലും നമുക്ക് പോകാൻ പേടിക്കും. ഇന്ദ്രിയം കാണിച്ചു തന്നു ലഡു. പെണ്ണ് കാണാൻ പോകുന്ന വീട്ടില് മേശപ്പുറത്ത് ലഡു ഇരിക്കുന്നു ഇരിക്കട്ടെ. അവിടെ വെച്ചിട്ടുള്ള ലഡു നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ പെണ്ണ് വീട്ടുകാരാണ്, നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പൊ യാഥാസ്ഥിതികരായിട്ടുള്ളവർ ഒന്നും തൊടാതിരിക്കും. പിന്നെ ഇപ്പൊ ഒരു ബുദ്ധിമാന്ദ്യമുള്ള ഒരാളാണെങ്കിൽ ഇതാ ലഡു എന്ന് പറഞ്ഞ് വന്ന് എടുത്തിട്ട്, ഞാൻ ബുദ്ധിയുള്ള ഒരാളാണ്, ഞാൻ എന്ത് ചെയ്യും? ലഡു തിന്നാൻ വേണം. ഞാൻ വന്നിരിക്കും, ചേട്ടാ പിന്നെ മറ്റേ അവിടുത്തെ അയ്യരില്ലേ, അയ്യരുടെ അവിടെ ഉണ്ടാക്കുന്ന ലഡു മിച്ചർ എന്ത് ടേസ്റ്റാണ്. നെയ്യിൽ ഉണ്ടാക്കണം, നല്ല ടേസ്റ്റാണ്. 2 കൊടുത്തിട്ട് 3-ാമത്തെ സ്വന്തം വായിക്കുന്നത്. ലഡു അകത്ത് ചെല്ലുക എന്നുള്ളത് പ്രത്യാശ, ഭാവി, പ്രതീക്ഷ. അതാണ്. ഇത് നടപ്പിലാക്കാൻ എന്ത് തന്ത്രം അതിനകത്ത് ഉപയോഗിക്കണം എന്നുള്ള തീരുമാനം. ഒരു തന്ത്രം ഉപയോഗിച്ചിട്ട് ഞാൻ അതിലേക്ക് എത്തിക്കും. അപ്പൊ ഇത്
ഈ വർത്തമാനം, ഭൂതം, ഭാവി എന്നിവയെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എടുക്കുന്ന ഒരു നടപ്പിലാക്കൽ പ്രക്രിയയാണ്, ഒരു ആസൂത്രണ പ്രക്രിയയാണ്. ഈ ആസൂത്രണ പ്രക്രിയയുടെ പേരാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പൊ മനസ്സെന്ന് പറയുന്നത് ഒരു ആസൂത്രണമാണ്, ഇതൊരു വസ്തുവല്ല. മനുഷ്യരിൽ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കാൻ മസ്തിഷ്കം എന്നുള്ള സംവിധാനത്തെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഈ മനസ്സെന്ന് പറയുന്നത് ചെടിക്കും കൊടിക്കും ഒക്കെ ഉള്ളതാണ്, ചെറിയ ജീവികൾക്കും ഒക്കെ ഉള്ളതാണ്. അപ്പോ മുറ്റമടിക്കാതിരുന്ന് ഞാൻ പുല്ലുമുളയ്ക്കെന്ന് പറഞ്ഞ മണ്ണിനോ മനസ്സില്ല. അപ്പൊ മനസ്സെന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്, പക്ഷെ പല ലെയറുകളിലാണ്. സൗരയൂഥത്തിനുണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിനുണ്ട്, മിൽക്കി വേക്കുണ്ട്, സൗരയൂഥത്തിനുണ്ട്, ഭൂമിക്കുണ്ട്, നമുക്കുണ്ട്, നമ്മുടെ അവയവങ്ങൾക്കുണ്ട്, കലകൾക്കുണ്ട്, കോശങ്ങൾക്കുണ്ട്. നേരത്തെ അസീന എന്റെ മോന്റെ പേര് ചോദിച്ചു. അവന്റെ പേര് പ്രജ്ഞ എന്നാണ്. പ്രജ്ഞ എന്ന് വെച്ചാൽ എന്താ? ജീവന്റെ ബുദ്ധിയാണ് പ്രജ്ഞ. ഇതിനെല്ലാം ജീവനില്ലേ? ഈ പറഞ്ഞ പ്രപഞ്ചം മുതൽ ആദികോശം വരെയുള്ള സർവ്വതിനും ജീവനില്ലേ? ഈ ജീവനെല്ലാം ബുദ്ധിയുണ്ട്. എങ്ങോട്ട് പോകണം, ഏത് തരത്തിൽ പോകണം എന്നുള്ള വിവേകത്തോടുള്ള വഴിതിരിവിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഇതിനൊക്കെ കാരണമാകുന്ന ഒന്നിനെ കുറിച്ച് ഞാൻ പറയുന്നേ ഇല്ല, ബോധം എന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം തൊട്ടാൽ അത് വലിയ സബ്ജക്റ്റാണ്. അപ്പോ ഈ ബുദ്ധി എന്നുള്ള കാര്യം കൊണ്ടാണ് മനസ്സ് നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോ ഇന്ദ്രിയങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, സ്മൃതിയെ എങ്ങനെ ഉപയോഗിക്കണം, പ്രത്യാശകളെ എങ്ങനെ ഉപയോഗിക്കണം, പിന്നെ ശേഷികളെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പൊ ഇതിനെ, ഈ പറഞ്ഞ 5 കാര്യങ്ങളെയും നമ്മൾ 5 ഘട്ടങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഇവയെല്ലാം കൂടെ കൂട്ടിക്കിഴിച്ച് നോക്കുന്ന ഒരു വിചാരം എന്നുള്ള പ്രക്രിയ ഉണ്ടല്ലോ, ആ വിചാരം ചെയ്യുന്ന പ്രക്രിയ, വിചാരത്തോടു കൂടി ഇരിക്കുന്ന പ്രക്രിയയാണ്, അല്ലെങ്കിൽ ആ അവസ്ഥയാണ് നമ്മൾ ജാഗ്രത് എന്ന് പറയുന്നത്. ജാഗ്രത്. അതിനെ മനസ്സിന്റെ ഭാഷയിൽ പറയുമ്പോൾ നമ്മൾ ബോധ മനസ്സ് എന്ന് പറയും, അല്ലെ? നമ്മളൊക്കെ ഇപ്പൊ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പരസ്പരം അന്യോന്യം ഇടപെടുന്നതും ബോധ മനസ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ എനിക്ക് തോന്നി, ഞാൻ ഇവിടെ നമ്മൾ സാധാരണ ക്ലാസ്സിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും, പൊട്ടന്മാർക്കൊന്നും ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, അങ്ങനെ നിങ്ങളെ നോക്കി ഞാൻ പറയൂ? പറയില്ലല്ലോ. പറയുന്നൊരു മഹത്തുക്കളായ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, പോളിഷ് ചെയ്തിട്ടാ പറയാ. അപ്പൊ എന്റെ ചിന്തയിൽ പൊട്ടന്മാരെന്നാണ്, ഞാൻ അവതരിപ്പിച്ചത് മഹത്തുക്കൾ എന്നാണ്. ഇതാണ് പ്രകട മനസ്സ്. പ്രകട മനസ്സ്, ഞാൻ പ്രകടിപ്പിക്കുന്ന മനസ്സ്. അപ്പൊ എന്റെ ചിന്തയിൽ ഉണ്ടായത് ബോധ മനസ്സ്, ചിന്ത എന്നുള്ളത്. ഞാൻ ഇങ്ങനെ പറയാൻ, എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? എന്റെ ഉള്ളിൽ മുൻ അനുഭവങ്ങളുടേതായ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകൾ എന്തൊക്കെ രൂപത്തിലാണ്? കാഴ്ചയുടെ ഓർമ്മകളുണ്ട്, അനുഭവങ്ങളുടെ ഓർമ്മകളുണ്ട്, പേരുകളുടെ ഓർമ്മകളുണ്ട്, ആശയങ്ങളുടെ ഓർമ്മകളുണ്ട്, യുക്തികളുടെ ഓർമ്മകളുണ്ട്, അല്ലെ? ഈ ഓർമ്മകളെല്ലാം ചേർന്നതാണ് എന്റെ വിശ്വാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിനെയാണ് ഉപബോധം എന്ന് പറയുന്നത്. ഇനി ഉപബോധം എന്നുള്ളത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് പ്രവർത്തിക്കുക? എന്റെ ഉള്ളിൽ ഞാൻ ശീലിച്ചു വെച്ച കുറെ കാര്യങ്ങളുണ്ട്, അല്ലെ? ആ ശീലങ്ങൾക്കനുസരിച്ച് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അതിനെയാണ് ശിക്ഷിതാവബോധം എന്ന് പറയുന്നത്. ഈ ശിക്ഷിതാവബോധം, ഞാൻ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ബാക്കി പറയുള്ളൂ, ചോദ്യങ്ങളില്ലെങ്കിൽ ഞാൻ അതിലേക്ക് കയറില്ല. ശിക്ഷിതാവബോധം എന്നുള്ളത് പ്രവർത്തിക്കുന്ന എന്റെ സഹജമായ എന്റെ വാസനകൾ വെച്ചിട്ട്, അതിനെയാണ് സഹജാവബോധം എന്ന് പറയുന്നത്. അപ്പോ ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അവബോധ മനസ്സ്, ഈ രണ്ടിനെയും സഹജാവബോധം അല്ലെങ്കിൽ ശിക്ഷിതാവബോധ മനസ്സ്, 2 മനസ്സുകളുണ്ട്. അതുപോലെ തന്നെ ബോധ മനസ്സിന്റെ വെളിയിൽ പ്രകട മനസ്സെന്നൊരു കാര്യമാണ്. ഞാൻ ശരിയായ രീതിയിൽ ഒരു കാര്യം പ്രകടിപ്പിച്ചാൽ അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾ പ്രകൃതിയിൽ നിന്നും എനിക്കുണ്ടാവും, ശരിയല്ലേ? ആ എനിക്ക് കിട്ടുന്ന അനുഭവം കൂടെ എന്റെ മനസ്സാണ്. അതിനെയാണ് പ്രതി മനസ്സ് എന്ന് പറയുന്നത്. പ്രതി മനസ്സ്. അപ്പൊ ഞാൻ പറഞ്ഞതിന് ഉള്ളിലെ കാര്യങ്ങൾ തൽക്കാലം വിട്ടേക്കും. 6 മനസ്സുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് നമ്മുടെ ചിന്തയിലുള്ളത് ബോധ മനസ്സ്, പിന്നൊന്ന് ഓർമ്മയിലുള്ളത് ഉപബോധ മനസ്സ്, പിന്നൊന്ന് സഹജമായുള്ള നമ്മുടെ ശീലങ്ങൾ, സഹജമായല്ല നമ്മുടെ ശീലങ്ങൾ, ശീലിച്ചെടുത്ത മനസ്സ്, അവബോധം, ശിക്ഷിതാവബോധ മനസ്സ് എന്ന് പറയും. അതിന്റെ അകത്ത് നമ്മുടെ വാസനകൾ നിൽക്കുന്ന ഒരു മനസ്സുണ്ട്, അതിനെയാണ് സഹജാവബോധം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെളിയിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മുന്നിൽ പെരുമാറുന്നതും പ്രകടിപ്പിക്കുന്നതും ഒക്കെ എന്റെ പ്രകട മനസ്സാണ്. അതിനുമപ്പുറത്ത് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് എന്റെ പ്രതി മനസ്സാണ്. ഇങ്ങനെ 6 തലങ്ങളിലാണ് മനസ്സ് നിൽക്കുന്നത്. 6 നിൽക്കുന്നത്. ഇനിയുണ്ട് തലങ്ങളൊക്കെ നമുക്ക് പറയാം, പക്ഷെ അത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാല്
ആ വഴിക്ക് പോണവർക്ക് മാത്രം പറഞ്ഞാൽ ഇത് സാധാരണ മനുഷ്യന്റെ കാര്യമാണ്. ഞാൻ അവിടെ കൊണ്ട് നിൽക്കില്ല. ജാഗ്രത സ്വപ്നം സുഷുപ്തി തുര്യം എന്ന് പറഞ്ഞിട്ട് തുര്യത്തിനെത്തിയപ്പോ അവിടെ കൊണ്ട് തീരുമോ എന്നുള്ളതായിരുന്നു എന്റെ അന്വേഷണം. അന്വേഷണത്തിന്റെ അവസാനമാണ് ഇദ്ദേഹത്തിന്റെ ചേട്ടൻ എന്നെ കൊണ്ട് നമ്മുടെ മണിയേട്ടനെടുത്ത് കൊണ്ട് വിടുന്നത്. മനസ്സിലല്ലേ? ഞാൻ അവിടെ പോയി മുട്ടി നിൽക്കുന്ന അവസ്ഥ അവിടെ കൊണ്ട് വിട്ടത്. അവിടെ വിട്ടു കഴിഞ്ഞപ്പോ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ക്രിയകളും നിർദ്ദേശങ്ങളും വഴി ഞാൻ അതിൽ കയറിപ്പോയി. അപ്പോഴാ തുര്യാതീതം എന്നുള്ള അവസ്ഥയുണ്ടെന്ന് മനസ്സിലാവും. തുര്യാതീതത്തിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നുള്ളത് അറിഞ്ഞപ്പോഴാണ് ഇപ്പുറത്തുകൂടെ പോകുന്ന പ്രകട മനസ്സും പ്രതിമനസ്സും ഒക്കെ കൂടെ ചേർന്നിട്ടൊരു ഇടമുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇത് അന്വേഷിക്ക് പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും ഇത് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ആരോഗ്യത്തെ, പ്രകൃതി ജീവനത്തിന്റെ ഒരു പശ്ചാത്തലത്തില് ആരോഗ്യത്തെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ മനസ്സിന്റെ 6 തലങ്ങളിൽ ഇന്നതൊക്കെയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും. ശീലം എന്നുള്ളത് മനസ്സിന്റെ ഒരു ഭാഗമാണ്. വിശ്വാസം എന്നുള്ളത് മനസ്സിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ചിന്ത എന്നുള്ളത് മനസ്സിന്റെ ഭാഗമാണ്. നമ്മുടെ പ്രകടനം എന്നുള്ളത് മനസ്സിന്റെ ഭാഗമാണ്. നമ്മുടെ അനുഭവം എന്നുള്ളത് മനസ്സിന്റെ ഭാഗമാണ്. ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സാധനമാണ് വാസന എന്നുള്ളത്. അത് മനസ്സിന്റെ ഭാഗമാണ്. അപ്പൊ വാസന, ഏറ്റവും ഉള്ളിൽ വാസന, അതിനുശേഷം ശീലം, അതിനുശേഷം വിശ്വാസം, അതിനുശേഷം ചിന്ത, അതിനുശേഷം പെരുമാറ്റം, അതിനുശേഷം അനുഭവം. ഈ 6 തലങ്ങളുണ്ട്. നമുക്ക് ആരോഗ്യത്തിന്റെ ശുഭകരമായ അനുഭവങ്ങളാണ് വേണ്ടതെങ്കിൽ ഇവ 6ഉം ക്രമീകരിച്ചു വരണം. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോഴാണ് ഗ്രഹണം ഉണ്ടാകുന്നത്. ശരിയല്ലേ? ഒന്നുകിൽ സൂര്യഗ്രഹണം അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം. അതിന്റെ ക്രമത്തിനനുസരിച്ച് മാറ്റം വരും. പക്ഷെ ഇവ നേർരേഖയിൽ വരണം, അല്ലെ? നേർരേഖയിൽ വരുമ്പോൾ ഗ്രഹണം ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ മനസ്സുകളെല്ലാം ഇതേ ക്രമത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ ശരീരം ആഗ്രഹിക്കുന്നത് പോലെ ജീവിതാനുഭവങ്ങളും. പക്ഷെ ഈ മനസ്സിന്റെ 6 തലങ്ങളും തമ്മിൽ ചേർന്ന് നിൽക്കുന്നതിന് പകരം, ചേർന്ന് നിൽക്കുക പറയുമ്പോ എങ്ങനെയാണെന്നറിയോ? നമ്മള് ഈ മറ്റേ ഇന്റർസിറ്റി ട്രെയിനിൽ കയറി ഇവിടുന്ന് കോഴിക്കോട്ടേക്കോ പോകാനായിട്ട് നമ്മൾ ആ ട്രെയിനിൽ കയറി നിൽക്കട്ടെ. നമ്മൾ ഇവിടുന്ന് നടുവിൽ നിന്ന് നോക്കിയാൽ അതിന്റെ ഫ്രണ്ടിലെ ബോഗി വരെ കാണാൻ പറ്റും. ഇടയ്ക്ക് ട്രെയിൻ വളയും. അപ്പോ വളവിനനുസരിച്ച് ബോഗിയുടെ കാണാവുന്ന ബോഗികളുടെ എണ്ണം കുറഞ്ഞു വരും. ശരിയല്ലേ? സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിലായിരിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സിന്റെ തലങ്ങളെല്ലാം നേർരേഖയിലായിരിക്കുമ്പോൾ നമുക്ക് ഈ അറ്റത്ത് നോക്കി ആ അറ്റം കാണാൻ പറ്റും. ഈ അറ്റത്തുള്ള ആശയങ്ങൾ മറ്റേ അറ്റത്ത് മനസ്സിലാവും. പക്ഷെ നമ്മളെ ഈ നേർരേഖ എന്നുള്ളത് മാറിയാണ് നിൽക്കുന്നത്. കാരണം എന്താ? നമ്മുടെ അകത്ത് യുക്തി എന്നൊരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കയറ്റിവെക്കും പലതും. ഈ ബുദ്ധി അതിനകത്തേക്ക് കയറ്റിവെക്കുന്ന സമയത്ത് ഈ ഓരോ മനസ്സിന്റെ തലങ്ങൾ തമ്മിൽ കാണാൻ പറ്റാതെയായി. അപ്പോ ശീലമുണ്ട്. ഇപ്പം ചില കാര്യങ്ങൾ മാറ്റണമെന്ന് നമ്മൾ പറയുന്നു. ആ ചില കാര്യങ്ങൾ മാറ്റണം എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ്. നമ്മുടെ കയ്യിലല്ല അതിന്റെ കൺട്രോൾ തോന്നുന്നത്. ശീലം മനസ്സിന്റെ ഒരു തലമാണ്. നമ്മൾ അതെന്താണെന്ന് അറിഞ്ഞ് സുതാര്യമായി അതോടെ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് ആരോഗ്യം നന്നായിരിക്കണം എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ആരോഗ്യം നന്നായി വരാത്തത്? നമ്മുടെ ശീലങ്ങൾ ശരിയല്ല, നമ്മുടെ വിശ്വാസ വ്യവസ്ഥ അനുകൂലമല്ല, ആരോഗ്യത്തിന് അനുകൂലമല്ല, നമ്മുടെ വാസനകൾ അനുകൂലമല്ല, നമ്മുടെ ചിന്തകൾ അനുകൂലമല്ല, നമ്മുടെ പെരുമാറ്റങ്ങൾ അനുകൂലമല്ല, സ്വാഭാവികമായിട്ടും അനുഭവങ്ങളും അനുകൂലമായിരിക്കില്ല. അപ്പൊ ഇത് അനുകൂലമാകണമെങ്കിൽ നമ്മൾ ഇവയെ ക്രമപ്പെടുത്താൻ പഠിക്കണം. ആ ക്രമപ്പെടുത്തൽ നമുക്ക് വഴങ്ങിക്കഴിഞ്ഞാൽ പ്രകൃതി ജീവനം വളരെ ഈസിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള പരിശീലനങ്ങൾ അതെങ്ങനെ വേണം നമുക്ക് ചെയ്യേണ്ടതല്ല. ആദ്യം ഇത് നമ്മൾ എവിടെയാണ് തിരുത്തേണ്ടത്? നമുക്കൊരു കാര്യത്തെ നന്നാക്കണം എന്നുണ്ടെങ്കിൽ എവിടെ കൊണ്ടാണ് ആ തിരുത്തൽ നടത്തേണ്ടത് എന്ന് നമുക്കറിയണ്ടേ? എന്തിനെയാണ് മാറ്റം വരുത്തേണ്ടത് നമുക്കറിയില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആദ്യം ഇത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. മനസ്സിന്റെ ഘടനയും പ്രവർത്തനവും ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കൈകാര്യം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റു തിരുത്തലുകൾ തുടങ്ങാം. ഇതിനിടയിൽ ഇവയെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം യുക്തിയാണെന്ന് പറഞ്ഞു. ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വേറൊരു സാധനം, അതിന്റെ പേരാണ് വികാരം. മനസ്സിന്റെ ഓരോ ഘട്ടങ്ങളും തമ്മിൽ ഉള്ള വിനിമയം നടക്കും. ആ വിനിമയം നടത്തുന്ന സംവിധാനത്തിന്റെ പേരാണ് വികാരം. ശരിക്കും പറഞ്ഞ വികാരത്തിന് ഇങ്ങനെയല്ല പറയേണ്ടത്. വികാരം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അയ്യോ ഞാൻ അങ്ങോട്ട് പോകരുത് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ എന്റെ ശരീരം എങ്ങനെയായിരിക്കും? ഓടാൻ പാകത്തിൽ
സജ്ജമായിട്ടായിരിക്കും. ഭയം കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല എന്നും വേറൊരു വഴിക്ക് ഓടാനും പാകത്ത് സജ്ജമായിട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പേശികളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാകും. എന്റെ മനസ്സൊരു പ്രത്യേക രീതിയിലേക്ക് അലൈൻഡ് ആവും, അല്ലെ? എന്റെ ശരീരം മുഴുവൻ ഒരു പുതിയ രൂപത്തിലേക്ക് മാറിത്തീരും. ആ മാറിത്തീരുന്ന അവസ്ഥ ഒരു കാലാവസ്ഥയാണ്, ശരീരത്തിന്റെ കാലാവസ്ഥയാണ്, അല്ലെ? ശരീരത്തിനകത്തുള്ള ഒരു കാലാവസ്ഥയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ശാരീരിക കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത്. ആ സമയത്ത് എൻഡോക്രൈൻ സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്ത് ശരീരത്തിനെ പുതിയ പ്രവർത്തനങ്ങൾക്ക് രൂപത്തിലുള്ള ഹോർമോണുകളെല്ലാം ഉത്പാദിപ്പിച്ച് ഒരു പ്രത്യേക രൂപത്തിലേക്ക് എത്തിക്കും. ആ ശാരീരിക കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത്. ഈ വികാരങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ, മനസ്സിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിനെ ക്രമപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റിയാൽ ആരോഗ്യ സംരക്ഷണം വളരെ എളുപ്പമാണ്. ആരോഗ്യം മാത്രമല്ല, ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല, മനസ്സിന്റെ ആരോഗ്യം, കുടുംബത്തിന്റെ ആരോഗ്യം, നാടിന്റെ ആരോഗ്യം, സമ്പത്തിന്റെ ആരോഗ്യം, കൃഷിയുടെ ആരോഗ്യം, ഭക്ഷണത്തിന്റെ ആരോഗ്യം, സർവ്വ ആരോഗ്യം ശരിപ്പെടുത്താൻ പറ്റും. ഉപബോധത്തിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് പ്രതി മനസ്സിലുണ്ടാവുക. എന്റെ മകളുടെ കല്യാണം നടക്കുമോ എന്ന് വ്യാകുലപ്പെടുന്ന ഒരപ്പന്റെ മോളും കെട്ടാച്ചരക്കായിട്ട് വീട്ടിൽ നിന്നു. കടം വാങ്ങിച്ചും എന്റെ മോളുടെ കല്യാണം ഞാൻ നടത്തുമെന്ന് കോൺഫിഡൻസ് വിശ്വാസമായി വെച്ചിട്ടുള്ള ഒരു അപ്പന്റെ മോളുടെ കല്യാണം നടക്കും, എനിക്ക് കടം ബാക്കിയില്ല. അതൊക്കെ അങ്ങ് നടന്നു വെക്കോളും, എന്റെ മോളുടെ കല്യാണം നടക്കും എന്ന് വിശ്വസിക്കുന്ന അപ്പന്റെ മോളുടെ കല്യാണം നടക്കും, കടം ഉണ്ടാവും. ഈ വിശ്വാസമാണ് അതിന് കാരണം. വിശ്വാസം. ജോലി എടുത്താണ് ജീവിക്കേണ്ടത് എന്ന് സായിപ്പ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ജോലി എടുത്താണ് ജീവിക്കുന്നത്, നമ്മുടെ അധ്വാനം വിറ്റു വേണം ജീവിക്കാൻ സായിപ്പ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ജോലി എടുത്ത് ജീവിക്കുന്നതാണ് മാന്യത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ജോലിക്ക് പോകേണ്ടി വന്നത് നിങ്ങൾ സ്വയം പരിശോധിക്കേണ്ടി വരും. കാരണം എന്റെ ജീവിതധർമ്മം എന്നോട് ആവശ്യപ്പെട്ടത്, ശരീരം കൈയോട് ആവശ്യപ്പെട്ടത് മാന്താനം ചൊറിയാനുമാണെങ്കിൽ ആ പണിയാണ് ചെയ്യേണ്ടത്, വേറെ പണിക്ക് പോകരുത്. എന്നോട് ഈ കാര്യങ്ങളെ ബോധ്യപ്പെട്ട് അത് ഇത്തരമൊരു കമ്മ്യൂണിറ്റിയായി ഇത്തരമൊരു സംവിധാനമാക്കി മാറ്റാനാണ് പ്രകൃതി എന്നോട് ആവശ്യപ്പെട്ടതെങ്കിൽ ഞാൻ അതല്ലേ ചെയ്യേണ്ടത്. ഒരു ദിവസം 20 മണിക്കൂർ പ്രവർത്തന നിരതനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സായിപ്പിന്റെ ഫാക്ടറിയിൽ, അത് വിദ്യാഭ്യാസ ഫാക്ടറി ആയിക്കോട്ടെ, ഇപ്പൊ ടീച്ചർമാരാണ്, വിദ്യാഭ്യാസ ഫാക്ടറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്താണ് സ്വയംഭരണ സംവിധാനത്തിന്റെ ഫാക്ടറി ആയിക്കോട്ടെ, ഇതോടെയാണോ ഏത് ഫാക്ടറിയിലാണെങ്കിൽ ആ ഫാക്ടറിയിൽ സായിപ്പ് ഉണ്ടാക്കിയ ഫാക്ടറിയിൽ നമ്മുടെ അധ്വാനത്തെ, നമ്മുടെ മാൻ പവറിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ പണി ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ധർമ്മത്തെ മനസ്സിലാക്കി നമ്മൾ ആ വഴിക്കാണ് പോകുന്നതെങ്കിൽ, അപ്പോ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് മനസ്സാണ്. മനസ്സിന്റെ തിരിച്ചറിവാണ്, വിശ്വാസമാണ്, അനുഭവമാണ്, അനുഭൂതിയാണ്. ഇവയെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടു. അപ്പോ മനസ്സെന്ന് പറയുന്നത് ഈ ഒരു ആസൂത്രണ സംവിധാനമാണ്. ആസൂത്രണ സംവിധാനം എന്ന് പറയുന്നത് ജീവൻ അതിന്റെ പ്രവർത്തനം എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ആസൂത്രണമാണ്. ജീവൻ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയുടെ സ്വയം സംഘാടകത്വമാണ്, സ്വയം പ്രവർത്തന സംവിധാനമാണ്. അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിന്റെ തീരുമാനമാണ്, അല്ലെങ്കിൽ അതിന്റെ നിർണയമാണ്. ആ പ്ലാനിങ് പ്രോഗ്രാമാണ് ജനകീയ ആസൂത്രണം എന്നൊക്കെ പറയുന്നത്. അതുപോലെ ശരീരത്തിലെ ജനകീയ ആസൂത്രണമാണ് മനസ്സ്. മനസ്സ് നടപ്പിലാക്കുന്നതാണ് നമ്മുടെ കർമ്മമായിട്ട് വരുന്നത്. ധർമ്മമായിട്ടുള്ളത് നടപ്പിലാക്കാനാണ് മനസ്സ്. ധർമ്മം എന്നുള്ളത് 10 കല്ലുകൾ മാറ്റിവെക്കുക എന്നുള്ളതാണെങ്കിൽ അതിൽ 9 കല്ലേ മാറ്റി വെച്ചിട്ടുള്ളതെങ്കിൽ ഒരു കർമ്മം ബാക്കിയുണ്ടെന്നാണ്. അതിനെ കർമ്മ ഋണത എന്നാണ് പറയുക. നമ്മൾ 10 കല്ല് മാറ്റുന്നതിന് പകരം 11 കല്ല് മാറ്റിയാൽ കർമ്മ ആധിക്യം എന്ന് പറയും. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഈ 10 കല്ല് ആക്കി തീർക്കാൻ ഉത്തരവാദിത്വം നമുക്ക് ആയില്ലെങ്കിൽ, ആ 9 കല്ലാണെങ്കിലും 11 കല്ലാണെങ്കിലും 10ലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളെ പെടാപ്പാട് എത്തിക്കും പ്രകൃതി. അതാണ് ഈ നമ്മുടെ കാർമിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്, കർമ്മബാധ്യതകൾ എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് രോഗങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ കാർമിക് ഡെപ്റ്റിലൂടെ വരുന്നതാണ്. നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിച്ചു, ശരീരത്തിനുള്ള വിധിച്ചിട്ടുള്ള ഭക്ഷണമല്ല കഴിച്ചിട്ടുള്ള, അതിലും അധികമായിട്ട് ഭക്ഷണം കഴിച്ചു. ആ കുറവ് പരിഹരിക്കാൻ പാകത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് നിങ്ങളുടെ രോഗമായിരിക്കും. നിങ്ങൾ വേണ്ടത്ര കഴിച്ചില്ല, പോഷണങ്ങൾ വേണ്ടത്ര കിട്ടിയില്ല, അപ്പോൾ കർമ്മന്യൂനത വന്നില്ലേ, കർമ്മരണത വന്നു. അത് പരിഹരിക്കാനായിട്ട് ശരീരം ഒരു രോഗം ഉണ്ടാക്കി.
അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ അരിത്തമെറ്റിക്സ്, ഈ കൂട്ടിക്കിടിക്കലുണ്ടല്ലോ, അതിന്റെ ടോട്ടൽ അരിത്തമെറ്റിക്കൽ ഹോൾ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ബാധ്യതകളില്ലാത്ത രീതിയിലായി അങ്ങനെ സൂക്ഷിച്ചാൽ ജീവിതം, ആരോഗ്യം വളരെ ശാന്തമായി പോകും. പ്രകൃതി ജീവനത്തിന്റെ അടിസ്ഥാന തത്വം ഇതാണ്. നമ്മളത് സൂക്ഷിച്ചാൽ മതി. സ്വയം പരിചരണ ശേഷിയുള്ള ശരീരം അത് നിർവഹിച്ചുകൊള്ളും. ഒന്നും ചെയ്യാറില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഭക്ഷണം എന്ന് പറയുന്നതും നമ്മുടെ ജീവിത അനുഭവങ്ങൾ എന്ന് പറയുന്നതും ജീവിത രീതി എന്ന് പറയുന്നതും എല്ലാം തമ്മിൽ മനസ്സുമായിട്ടും ജീവനുമായിട്ടും എല്ലാം പരസ്പര ബന്ധിതമാണ്. ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, അതിനൊരു ശീലം നമുക്കുണ്ടെങ്കിൽ, അതിന്റെ ഒരു പ്രാക്ടീസ് നമുക്കുണ്ടെങ്കിൽ ജീവിതം ശാന്തമായിട്ട് പോകും, ആരോഗ്യം നന്നായിരിക്കും. ഇത്രയാണ് എനിക്ക് മനസ്സിനെ കുറിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ചോദ്യങ്ങളിലൂടെ